മനുഷ്യന് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളാണ് പൊതുവേ നമ്മൾ പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ പൊതുവേ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് കണ്ണാണ്, അത് കഴിഞ്ഞ് ചെവിയാണ്, പിന്നെ മൂക്കാണ്, പിന്നെ നാവാണ്, പിന്നെയാണ് ത്വക്ക് വരുന്നത്. ആ ഒരു ക്രമത്തിലാണ് അതിൻ്റെ പ്രയോറിറ്റി വരുന്നത്. പക്ഷേ നമ്മൾ വേദങ്ങൾ നോക്കുമ്പോൾ, പുരാണങ്ങളൊക്കെ നോക്കുമ്പം അതിനകത്ത് അഡീഷണലായിട്ട് വേറെ 6 ഇന്ദ്രിയങ്ങളൂടെ ഉണ്ട്. അതെ, അതിനെ ഇന്ദ്രിയങ്ങളായിട്ടാണ് പറയുന്നത്. അതിലാദ്യത്തെ ഇന്ദ്രിയം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കഴിഞ്ഞാൽ 6ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, 6th സെൻസ് എന്നൊക്കെ. അതെ, ഈ 6th സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മേന്ദ്രിയമാണ്. ആത്മേന്ദ്രിയം എവിടെ ഇരിക്കുന്നത്? തലയില്ല, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ്, വിവേചിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആത്മേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അതിനൊരു ഇന്ദ്രിയമായി പറയുന്നില്ല എങ്കിലും അങ്ങനൊരു ഇന്ദ്രിയം ഉണ്ട്. ഓക്കെ, സാധാരണ രീതിയിലുള്ള ആൾക്കാർ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ ഒരു കണ്ണുണ്ട്, അപ്പോൾ ശിവൻ്റെ കണ്ണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, തൃക്കണ്ണെന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, സോ ശരിക്കും അത് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ദ്രിയം ഉള്ളത് പല ആൾക്കാർക്കും മറഞ്ഞു കിടക്കുക, അറിയാതിരിക്കുക. പക്ഷേ എല്ലാവരും ഇത് ഒരു ചെറിയ രീതിയിലെങ്കിലും ആക്റ്റീവാണ്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6ാമത്തെ ഇന്ദ്രിയം ഏതാ? ആത്മേന്ദ്രിയം അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയം എന്നും പറയാം. ഓക്കെ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ആത്മേന്ദ്രിയം അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയം. ഇനി 7ാമത്തെ ഇന്ദ്രിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹനേന്ദ്രിയം. നമ്മൾ കഴിക്കുന്ന ആഹാരവും വെള്ളത്തെയും നമ്മുടെ ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ ഒരു ഫെസിലിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു ക്രമീകരണത്തിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ദഹനേന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ദഹനേന്ദ്രിയം ഒരു അവയവമല്ല ചെയ്യുന്നത്, ഒത്തിരി അവയവങ്ങൾ ചേർന്നാണ് ആ ദഹനേന്ദ്രിയത്തിൻ്റെ ഫങ്ഷണാലിറ്റിയെ നിർവഹിച്ച് തരുന്നത്. എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ നാവ്, നമ്മുടെ ത്രോട്ട്, അത് കഴിഞ്ഞിട്ട് അന്നനാളം, അത് കഴിഞ്ഞ് ആമാശയം, പിന്നെ വൻകുടൽ, ചെറുകുടൽ എല്ലാം കൂടെ ചേരുന്നതാണ് ആ ദഹനേന്ദ്രിയത്തിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ രണ്ടുമല്ലാതെ അടുത്ത് വരുന്ന 8ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ജനനേന്ദ്രിയമാണ്. ഓക്കെ, അപ്പോൾ അനന്തര തലമുറകളെ ഉണ്ടാക്കാനായിട്ട് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇന്ദ്രിയമാണ് ജനനേന്ദ്രിയം. അതും ഒരു അവയവമാണോ? അല്ല, പിന്നെ അത് ഫുൾ ബോഡി അതുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ഫുൾ ബോഡി അതുമായിട്ട് കണക്റ്റാണ്. അത് നിർവഹിക്കാനായിട്ട് ചില അവയവങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും ജനനേന്ദ്രിയത്തിനകത്ത് നമ്മുടെ ഫുൾ ബോഡിയും ആക്റ്റീവാണ്, കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമായി? 8 എണ്ണമായി. ഇനി 9ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ്. അപ്പോൾ ഇത്രയും ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണത്തിനും പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകളാണ്. ആലോചിച്ച് നോക്കിയേ, കണ്ണിനെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൈ വേണം. ചെവി സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? കൈ ഉപയോഗിക്കും. അപ്പോൾ ഏത് ഇന്ദ്രിയത്തെയും സംരക്ഷിക്കുവാനും അതിൻ്റെ പ്രവർത്തനത്തിനെ സജ്ജമാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇന്ദ്രിയമാണ് നമ്മുടെ കൈകൾ. അതിനെ പാനേന്ദ്രിയം എന്നാണ് പറയുന്നത്. പാണേന്ദ്രിയം, പാണികൾ എന്ന് പറഞ്ഞ കൈകളാണ്. അപ്പോൾ പാണേന്ദ്രിയം. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൊണ്ട് നടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഇന്ദ്രിയമാണ്? നമ്മുടെ കാലുകളാണ്. ഓക്കെ, അത് പാദേന്ദ്രിയം. അപ്പോൾ എത്ര എണ്ണമായി? 10. അപ്പോൾ ഈ 10 ഇന്ദ്രിയങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ഇനി 11 ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർത്ത് നോക്കി, ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ? ആദ്യം പഞ്ചേന്ദ്രിയങ്ങൾ, അതിനകത്ത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് വരും. അത് കഴിഞ്ഞിട്ട് ജ്ഞാനേന്ദ്രിയവും, പിന്നെ ദഹനേന്ദ്രിയവും, പിന്നെ ജനനേന്ദ്രിയവും, പാണീന്ദ്രിയവും, പാദേന്ദ്രിയവും. ഇത്രയും ഇന്ദ്രിയങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനെ, പ്രയോറിറ്റീസ് ഒന്നുമില്ലാതെ ഈ 10 ഇന്ദ്രിയങ്ങളും ഒരേ ക്രമത്തിൽ ഒരേ പ്രാധാന്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ രാക്ഷസന്മാരെന്ന് പറയും. എന്തില്ലാത്ത പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാതെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്ന വ്യക്തികളെയാണ് രാക്ഷസന്മാരെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ രാവണൻ അങ്ങനെ ഒരു രാക്ഷസനായിരുന്നു. 10 തലകൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ 10 ഇന്ദ്രിയങ്ങളെ
ഒരുപോലെ ഉപയോഗിക്കുന്ന, പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപോലെ 10 ഇന്ദ്രിയങ്ങളും പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ 10 ഇന്ദ്രിയങ്ങളുടെയും ഫങ്ഷനാലിറ്റി അതുപോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് അനുവദിക്കുന്നവരെയാണ് രാക്ഷസന്മാരെന്ന് പറയുന്നത്. അതിൽ പ്രമുഖൻ രാവണനായിരുന്നു. ഇനി 11ാമത്തെ ഇന്ദ്രിയത്തെക്കുറിച്ച് പറയാം. 11ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, കണ്ണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും ചെവി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സ് വേണം. ഇല്ലേ? മനസ്സില്ലാതെ പ്രവർത്തിക്കുമോ? ഒന്നാലോചിക്കുക. ഇത് ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൻ്റെ ഫങ്ഷനാലിറ്റി മനസ്സില്ലാതെ അതിൻ്റെ ശരിക്കുള്ള ഫങ്ഷനാലിറ്റി നടക്കുമോ? ഇല്ല. നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷേ ഈ കണ്ട കാര്യത്തെ ഗ്രഹിക്കുന്നതിന് ആര് വേണം? മനസ്സ് വേണം. ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നു. അപ്പം ഞാൻ പറയുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് കേൾക്കുന്നത് ഒരേ രീതിയിലാണോ? അല്ല. പലരും പല രീതിയിലാണ്. പലരും പല രീതിയിലാണ് അതിനെ ഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. എന്തുകൊണ്ടാണ്? മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിനെ നിയന്ത്രിക്കാനായിട്ട് ആര് വേണം? മനസ്സ് വേണം. അപ്പോൾ മനസ്സാണ് 11ാമത്തെ ഇന്ദ്രിയം. ഓക്കെ. സോ ഇതാണ് എല്ലാ ആൾക്കാരിലും ഉള്ള 11 ഇന്ദ്രിയങ്ങൾ. ഇനി ജ്ഞാനിയായ ഒരു വ്യക്തി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആരാ? ജ്ഞാനിയായ ഒരു വ്യക്തി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഇന്ദ്രിയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം? ജ്ഞാനേന്ദ്രിയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ ആത്മേന്ദ്രിയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. അപ്പോൾ ആത്മേന്ദ്രിയം അഥവാ ജ്ഞാനേന്ദ്രിയം പറയുന്ന കാര്യങ്ങളെ മാത്രം കാണാൻ, ജ്ഞാനേന്ദ്രിയം പറയുന്ന കാര്യങ്ങളെ മാത്രം കേൾക്കാൻ, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആര് മുൻകൈ എടുക്കണം? മനസ്സ് മുൻകൈ എടുക്കണം. അപ്പോൾ മനസ്സ് ആരായിട്ടിരിക്കണം? ജ്ഞാനേന്ദ്രിയത്തിൻ്റെ സ്ലേവായിട്ട്, അടിമയായിട്ട്, വേലക്കാരനായിട്ട് ആരിരിക്കണം? മനസ്സിരിക്കണം. പക്ഷെ ഇപ്പോൾ ആരാ പ്രബലനായിട്ടിരിക്കുന്നത്? അല്ലേ? നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെ കാണാനായിട്ട് നമ്മൾ കണ്ണിനെ ഉപയോഗിക്കും. നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളെ കേൾക്കാനായിട്ട് നമ്മൾ ചെവി ഉപയോഗിക്കും. നമ്മൾ മനസ്സ് പറയുന്ന കാര്യങ്ങളെ കഴിക്കാനായിട്ട് നമ്മൾ നാവിനെയും വായയും ഉപയോഗിക്കും. ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കത്തില്ല. ഇപ്പം ഞാൻ കുറച്ച് പാവയ്ക്ക് കൊണ്ടുവച്ച് ആരെങ്കിലും കഴിക്കുമോ? നെല്ലിക്ക കൊണ്ടുവച്ചാലോ? ചിലപ്പോൾ ആരെങ്കിലും കഴിച്ചെന്നായി. പക്ഷെ ഒരു ചിക്കൻ ഫ്രൈ കൊണ്ടുവച്ചാലോ? അപ്പോൾ നമുക്കിഷ്ടം ഏതാ? നാവിന് രുചിയുള്ളത് കഴിക്കണമെന്ന് നമ്മളോട് പറയുന്നത് ആരാ? മനസ്സാണ്. അപ്പോൾ മനസ്സിന് പലപ്പോഴും രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട് മനസ്സിനെന്തില്ല? ഇഷ്ടമില്ല. അപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണത്തിനകത്താണ് ഇപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്. ആരെപ്പോലെ? രാവണനെ പോലെ, രാക്ഷസനെ പോലെ. മനസ്സിൻ്റെ കൺട്രോളിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്ന വ്യക്തിയാണ് രാക്ഷസൻ അഥവാ രാവണൻ എന്ന് പറയും. ക്ലിയറായി? അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളിത് കേൾക്കുന്നത് ഇപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ജ്ഞാനേന്ദ്രിയത്തിൻ്റെ തീരുമാനത്തിന് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാനായിട്ട് ആരെ പരിശീലിപ്പിക്കാൻ തുടങ്ങണം? നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങണം. ആര് പരിശീലിപ്പിക്കണം? നമ്മൾ തന്നെ പരിശീലിപ്പിക്കണം. ആത്മേന്ദ്രിയത്തിൻ്റെ ആയുസ് ബൈ ഡീഫോൾട്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആത്മേന്ദ്രിയത്തിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 120 ഒരു മനുഷ്യന് ആരോഗ്യത്തോടുകൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഡീഫോൾട്ട് ഏജ് എന്ന് പറയുന്നത് 120 നമുക്കെന്നെ കൂട്ടാൻ പറ്റുമോ? പറ്റും. കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാനും പറ്റും. ഡീഫോൾട്ട് ഏജ് എത്രയാണ്? 120. ഏതിൻ്റെയാണ്? ആത്മേന്ദ്രിയത്തിൻ്റെ ഡീഫോൾട്ട് ഏജാണ്. നമ്മുടെ പ്രയാണം അല്ലെങ്കിൽ നമ്മുടെ യാത്ര, ഏത് യാത്ര? ജീവിതയാത്ര അല്ലെങ്കിൽ ആത്മീയ യാത്ര. ജീവിതയാത്ര എന്ന് തന്നെ പറയാം. ജീവിതയാത്ര സുഗമമാകണമെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ലിമിറ്റേഷനെയും എൻ്റെ മൈൻഡിൻ്റെ ലിമിറ്റേഷനെയും ഞാൻ ബൈപ്പാസ് ചെയ്തിട്ട് ഞാൻ ഏതിൻ്റെ ലിമിറ്റേഷനിലേക്ക് കയറുവാണ്? ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അതിലേക്ക് കയറുവാണ്. അങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് എവിടം വരെ എത്താൻ പറ്റുള്ളൂ? 120 വരെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 120 കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സ് പലപ്പോഴും
ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പലപ്പോഴും മനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ മനസ്സിൻ്റെ ആവശ്യത്തിനും മനസ്സ് ശരീരത്തിൻ്റെ ആവശ്യത്തിനും വിധേയപ്പെടുന്നോ അത്രയും നമുക്കെന്ത് കിട്ടും? 120 കുറഞ്ഞു. നമ്മൾ പലപ്പോഴും ഏതിന് വശംവദനാവും? മനസ്സിൻ്റെ ഇമോഷൻസിന് വശംവദനാവും. ഇമോഷൻസിൻ്റെ ആ ഒരു താല്പര്യങ്ങൾക്ക് വശംവദനായിട്ടാണ് നമ്മൾ ഈ പല ഇന്ദ്രിയങ്ങളെയും അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിക്കവറായി ഏതിൻ്റെ അണ്ടറിലേക്ക് വരണം? ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അണ്ടറിലേക്ക് വരണം. അപ്പോൾ 24 മണിക്കൂറും ഏതിനനുസരിച്ച് നടക്കാൻ പരിശീലിക്കണം. നിസ്സാരമാണോ? ഈസിയാണോ? ഏതൊരു കാര്യത്തിനെയും നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് നോക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് കേൾക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് രുചിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് മണക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് കഴിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ത് ചെയ്യുക? പോസ് ചെയ്യുക. എന്നിട്ട് ജ്ഞാനേന്ദ്രിയത്തിൽ നിന്ന് അതിനെ ഒന്ന് അവലോകനം ചെയ്യുക, ഒന്ന് വിവേചിക്കുക, എന്നിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഇമോഷൻസിൽ നിന്ന്. അത് മൈൻഡ് ഓൾറെഡി ഓക്കെ. ചിലപ്പോൾ നമ്മൾ ജ്ഞാനേന്ദ്രിയത്തിനകത്ത് നമുക്കൊരു കാര്യം കിട്ടും, ഇങ്ങനെ ചെയ്യാം എന്ന് കിട്ടി നമ്മളത് പ്രവർത്തിക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് നമ്മുടെ മൈൻഡ് കൊണ്ട് എടുക്കുമ്പം മൈൻഡ് അതിനെന്ത് ചെയ്യും? ഓവർ റൈഡ് ചെയ്യും. ഇത് കുഴപ്പമില്ലെന്നേ, ഓട്ടെന്നേ, സാരമില്ലെന്നേ, ഇത്രയും നാളിങ്ങനെയല്ലായിരുന്നോ, 2 ദിവസം കൂടെ ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ ഓരോ പ്രാവശ്യവും മൈൻഡ് നമ്മളെന്ത് ചെയ്യും? നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്ത് അതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ ഗൈഡൻസിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശീലിക്കുക എന്ന് പറയുന്നത് ഒരല്പം ശ്രമകരമാണ്. അപ്പോൾ മനുഷ്യൻ എന്ത് ജീവിയായി മാറില്ല? രാക്ഷസ ജീവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എത്രയേ ഉള്ളൂ? വികാരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി. എന്ത് വികാരം? അതിനകത്തെല്ലാം പെടും. പറഞ്ഞപ്പോൾ തീർന്നു. പക്ഷെ ഇതൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ, ലൈഫിനകത്ത് അപ്ലൈ ചെയ്ത് ഒരു 60% ഈ പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശീലിച്ചേ പറ്റും.